താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിരവധി വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് പൊതുസമൂഹം ഗൗരവത്തോടെ തന്നെ ചർച്ചയാക്കുന്നുമുണ്ട്. അപ്പോൾ ഈ വിവാദങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലം തന്നെയാണ് ഇന്നത്തെ ലീഡേഴ്സ് മോർണിംഗിലും. നമുക്കൊപ്പം മലയാള സിനിമയിലെ പ്രമുഖ അഭിനേതാത്രി ശ്രീമതി മാലാ പാർവതി ചേരുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീമതി മാലാ പാർവതി, ഗുഡ് മോർണിംഗ്. സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. നമ്മൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരുമിച്ചിരിക്കുന്നത് അല്ലേ? അതെ അതെ അതെ. ശ്രീമതി മാലാ പാർവതി, ഇപ്പോൾ മലയാള സിനിമയിൽ പ്രത്യേകിച്ച് അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് നേരത്തെയും വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ വിവാദം നേരത്തെ ഉണ്ടായതുപോലെയല്ല, കുറച്ചും കൂടി ഗൗരവതരമാണ്. നോക്കൂ ശ്രീമതി മാലാ പാർവതി, ഒരു കേരള സ്റ്റോറിയൊന്നും സംഭവിക്കില്ല എന്ന് കരുതപ്പെടുന്ന, അങ്ങനെ ഒരു കാര്യമേ ഉണ്ടാകില്ല എന്ന് കരുതപ്പെടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ. അതാണ് നമ്മുടെ ഒരു ഇൻഡസ്ട്രിയുടെ മുഖമുദ്ര. അത് ഈ പുറത്തിറങ്ങുന്ന സിനിമകളിൽ നിന്നും നമ്മൾ കാണുമ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നതും ഒക്കെയും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു ബോധമുള്ള അസംഖ്യം മലയാള സിനിമാ പ്രേക്ഷകരിൽ ഒരാളാണ് ഞാനും. പക്ഷേ ഈ അരങ്ങിൽ ഇങ്ങനെ നടക്കുമ്പോഴും അണിയറയിൽ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. അതാണോ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളൊരു ടേക്ക് അവേ? അങ്ങനെ മനസ്സിലാക്കണം സേതു. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് മനസ്സിലാക്കണം. കാരണം ഇത് അമ്മ സംഘടനയിലെ 500 ശിഷ്ടം ആൾക്കാരുള്ള ഒരു ക്ലബ്ബ് പോലെ ഒരു സംഘടനയാണ്. അവിടെ അത്യാവശ്യം നല്ല വരുമാനമുള്ള, നല്ല സാമ്പത്തികമുള്ള ഒരു എന്താ പറയുക, 5 കോടിക്ക് മുകളിൽ 6 കോടിക്ക് മുകളിൽ പണമുള്ള ഒരു സംഘടനയാണ്. അതിനകത്ത് പണമുണ്ടാക്കാൻ ശ്രീ മോഹൻലാൽ, ശ്രീ മമ്മൂട്ടിയുടെ 2 പേരുകൾ മാത്രം മതി. അവിടെ അവർ നടത്തുന്ന സ്റ്റേജ് ഷോ കൊണ്ട് ഒക്കെ ആവശ്യത്തിന് വരുമാനം ഉണ്ടായിരുന്നു, ഉണ്ടാക്കിയിട്ടുണ്ട്. എപ്പോഴും അത് സ്റ്റേബിളായ ഒരു സംഘടനയായിരുന്നു. കലൂരുള്ള ഒരു വലിയ കെട്ടിടം തന്നെ മതി, എന്തൊരു ആസ്തിയുള്ള സംഘടനയാണ്. അവിടേക്ക് പിന്നെ കുറച്ച് പേർക്ക് ഒരു ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അവർ അദാനിയുടെയും അംബാനിയുടെയും പൈസ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കൊണ്ടുവരും, ആൾ നോക്കാതെ ഞാൻ പണം വാങ്ങുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് അമ്മയുടെ പ്രസിഡൻറ്റ് എന്ന് അവർ സ്വയം അവകാശപ്പെടുന്ന ശ്രീമതി ശ്വേതാ മേനോൻ. എന്നിട്ട് പറയുന്നു അതിൽ യാതൊരു തെറ്റുമില്ല, ആ പണം വരുന്നത് എന്ത് നടപ്പിലാക്കാനാണ്. ശരി, ആ പണം എടുത്ത് അവർ നല്ല കാര്യത്തിന് ഉപയോഗിക്കുമ്പോൾ പോലും ഇവരുടെ അജണ്ട കൂടെ അതിൻ്റെ നടപ്പിലാവുന്നുണ്ടോ? ഒരു പെൺകുട്ടിയെ അവിടെ തീവ്രവാദിയാക്കി മുദ്ര കുത്തുന്നുണ്ടോ എന്ന സംശയങ്ങൾ ഞങ്ങൾക്ക് ഗൗരവതരമായുണ്ട്. അതിലേക്കാണ് പല കാര്യങ്ങളും വിരൽ ചൂണ്ടുന്നത്. അത് ഞങ്ങൾ ചെറുക്കും. അതിനെ ചെറുക്കുമ്പോൾ ഞങ്ങളെ പവർ ഗ്രൂപ്പാണ് എന്ന് മുദ്രകുത്തി, ഞങ്ങൾ അശ്ലീലം പറഞ്ഞു, ഞങ്ങൾ കയ്യേറ്റം ചെയ്തു എന്ന് വെറുതെ പറഞ്ഞാൽ, അവർ മിനിറ്റ്സ് എഴുതി കൊടുത്താൽ പോലും അത് അംഗീകരിക്കാൻ പറ്റില്ല. കണക്ക് ചോദിക്കും. ജനറൽ ബോഡിയുടെ അവകാശമാണ് കണക്ക് ചോദിക്കാനെന്നാണ്. അപ്പോൾ അത് ഗൂഢാലോചനയാണ്, നിങ്ങൾ ഞങ്ങളെ എതിർക്കാൻ പാടില്ല എന്ന് പ്രമുഖരെ ഇറക്കി വഴക്കിട്ടാലൊന്നും പിന്മാറാൻ പോകുന്നില്ല. കാരണം ഞങ്ങൾക്ക് കൃത്യമായ തെളിവുണ്ട്. അകത്ത് വിളിച്ച ജിഹാദി ഹിയർസേയാണ് എന്ന് ശ്രീ ജോയ് മാത്യുവിനെ പോലെയുള്ളവർ വാദിക്കും. ആയിക്കോട്ടെ, ശരി, ഇനി നീന കുറുപ്പ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് ഗോസിപ്പാണെങ്കിലോ എന്ന് അവരുടെ കൂട്ടത്തിൽ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പറായിരിക്കുന്നവരെ കുറിച്ച് അധിക്ഷേപിക്കുകയാണ്. ഒരു തരത്തിലും ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത ഒരാളാണ് എന്ന് നീന കുറുപ്പിനെ ജോയ് മാത്യു പറഞ്ഞു വയ്ക്കുകയാണ്. ബിക്കോസ് അത് സത്യമായിട്ട് നടന്നിട്ടുള്ളതല്ല, അത് വെറുതെ പറഞ്ഞ ഗോസിപ്പായിരിക്കും, വ്യക്തിഹത്യയ്ക്കോ അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാനോ പറഞ്ഞതായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നിൽക്കുകയാണ്. അവിടെ നിൽക്കട്ടെ. ലക്ഷ്മിപ്രിയ പൊതുസമൂഹത്തിന് മുമ്പിൽ പിന്നെ ഒരു പ്രസ് കോൺഫറൻസ് നടത്തി പറഞ്ഞല്ലോ 5 പേരുടെ പിന്നിൽ മത തീവ്രവാദികളുണ്ടെന്ന്. അതും ഗൗരവമായി നമ്മൾ എടുക്കണ്ടേ? പല പോക്കറ്റിൽ വിളിച്ച് ഈ കുട്ടി മതപരിവർത്തനം നടത്താൻ നോക്കിയെന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഒരാൾ ഞാനാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം ഞാനത് റെക്കോർഡ് ചെയ്തതെന്ന് വെച്ചിട്ടില്ല, പക്ഷേ എൻ്റെ കൂടെ കോളിൽ വേറെ ആരും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇതിന് അവരുടെ സുഹൃത്താണെങ്കിൽ പോലും സത്യത്തിനൊപ്പം നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്കതിൽ വിശ്വാസമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ അദ്ദേഹവും അത് പറയുമെന്ന്. അപ്പോൾ ആ തരത്തിൽ പോക്കറ്റുകളിൽ ഇങ്ങനെ പറഞ്ഞൊരു നറേറ്റീവ് ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ്? നാളെ ഇങ്ങനെ ഒരു കഥയുണ്ടായാലും, ഇതെൻ്റെ ഒരു തോന്നൽ, ഇവർ അധികം ആലോചിക്കുകയാണ്, ഓവർ തിങ്കിങ് ആണ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഓവർ തിങ്കിങ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കേരള സ്റ്റോറി പോലെ ഒരു സിനിമ കണ്ടിട്ട് നമ്മൾ മാത്രമാണ് ഞെട്ടാത്തത്, അയ്യേ ഇതെന്തൊരു സിനിമ എന്ന് പറഞ്ഞത്. നോർത്ത് മുഴുവൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിനെ ഒരു മത തീവ്രവാദികളുടെ ഒരു സ്റ്റേറ്റായിട്ട് മുദ്ര കുത്താൻ. നാളെ മലപ്പുറത്തിനെ ഒരു കാശ്മീരായി മുദ്രകുത്തി അവിടെ പ്രസിഡന്റ് ഭരണം വന്നാൽ ഇന്ത്യയിലെ മറ്റാരും, ഒരുപക്ഷെ തമിഴ്നാട് നമ്മളും അല്ലാതെ മറ്റാരും ചോദിക്കില്ല. ആ അവസ്ഥയിലേക്കാണ് ഇവർ നറേറ്റീവ് ഉണ്ടാക്കുന്നത്. 10-15 വർഷത്തിന് ശേഷമുള്ള അജണ്ട ഇപ്പോഴേ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അവർ.
അതിനെ നമ്മൾ മുൻകൂട്ടി കാണുക തന്നെ വേണം. ഡോട്ട്സ് ഒരുമിച്ചാക്കി വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം ഈ നെറേറ്റീവുകൾ. ഏത് ഗ്രൂപ്പിലേക്ക് ആര് നുഴഞ്ഞുകയറ്റം നടത്തിയാലും. നോക്കൂ, BJP അയിത്തം കൽപ്പിക്കുകയാണെന്ന് നിങ്ങളിനി പറയരുത്. കേരള സമൂഹം 3 MLA-മാരെ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയിത്തമൊന്നുമില്ല, തീർച്ചയായിട്ടും അയിത്തമില്ല. കേരളം അംഗീകരിച്ച ജനാധിപത്യ മര്യാദയുള്ള ഒരു പാർട്ടിയാണ്. പക്ഷേ ഒരു അജണ്ട നടപ്പിലാക്കാൻ നോക്കില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളുമല്ല. കാരണം ഹിന്ദി സിനിമ തന്നെ നമുക്കെടുക്കാം. ഹിന്ദി സിനിമ നമ്മൾ നോക്കൂ, എന്തുമാത്രം സാഫ്രഡൈസേഷനാണ് വന്നിട്ടുള്ളത്. കാശ്മീരി ഫയൽസ് എന്നൊരു സിനിമ, ആ സിനിമയ്ക്കകത്ത് ഒരു ഒറ്റ കഥാപാത്രം പോലും ഒരു മുസൽമാനെ നീതീകരിച്ചുകൊണ്ടില്ല. അതിന് പിറ്റേ ദിവസം പ്രധാനമന്ത്രി തന്നെ അവരെ അംഗീകരിക്കുകയും അവർക്ക് ടാക്സ് എക്സെപ്ഷൻ കൊടുക്കുകയും ചെയ്തൊരു നാടാണിത്. ആ തരത്തിൽ ഇങ്ങനത്തെ സിനിമകളാണ് നമുക്ക് വേണ്ടതെന്ന് പറയുകയും അങ്ങനെയുള്ള സിനിമകൾ മാത്രം ഉണ്ടാവുകയും എല്ലാ സിനിമയിലും ജയ് ഭഗവാൻ, ജയ് ഹനുമാൻ, ജയ് ദേവി എന്നൊക്കെ പറഞ്ഞ പാട്ടുകൾ നിർബന്ധമായി ഉൾപ്പെടുത്തുക, ഓറഞ്ച് കളറിലെ കാവിക്കൊടികൾ ഉൾപ്പെടുത്തുക. ആ നറേറ്റീവ് പോലെ ആയി ആ സിനിമ വ്യവസായത്തിൻ്റെ, ആ ബോളിവുഡ് എന്ന് പറയുന്ന സിനിമ എവിടെ എത്തി നിൽക്കുന്നു എന്ന് കാണുകയാണ്. ഇന്ന് ടെക്നീഷ്യൻസിനെയും എല്ലാം കേരളത്തിൽ നിന്നാണ്. എല്ലാവരും കാണുന്നത് മലയാള സിനിമയും തമിഴ് സിനിമയുമാണ്. ഇവിടെ ആ ഇടപെടൽ വന്നിട്ടില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം. സിനിമ മാറിയാൽ എല്ലാം മാറി. വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാലാപർവതി. ഇപ്പം ഈ വർഗീയതയുടെ വിത്ത് വിതയ്ക്കാൻ ശ്രമിക്കുന്നത് തടയുന്നവരെ, ജിഹാദിയും മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നവരും ഒക്കെ ആക്കുന്ന ആളുകളെ ഇവിടുത്തെ സൂപ്പർ താരങ്ങളടക്കം പിന്തുണയ്ക്കുന്നു എന്നുകൂടിയാണല്ലോ ശ്വേതാ മേനോന്റെ ഏറ്റവും ഒടുവിലെ FB പോസ്റ്റിലടക്കം ഉള്ളടക്കം. അതിഗൗരവമുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരു വിഭാഗം ഉയർത്തിയിട്ടും സൂപ്പർ താരങ്ങൾക്ക് ഇതൊന്നും ബോധ്യപ്പെട്ടില്ല എന്നാണോ? ശ്വേത, പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായും വിലക്കെടുക്കാൻ പറ്റില്ല. കാരണം ഇന്നലെ പറഞ്ഞു ശ്രീ മോഹൻലാൽ, ശ്രീ മമ്മൂട്ടി, ഞങ്ങൾക്ക് അദ്ദേഹം എന്താ പറയുക, ഞങ്ങളുടെ ശക്തി തന്നെയാണ്, അവരാണ് ഞങ്ങളുടെ ബലം, അവർ അദ്ദേഹത്തിൻ്റെ സൈഡിലാണെന്ന്. പക്ഷേ അവർ നിരാകരിച്ചിട്ടില്ല, അവർ എൻഡോഴ്സ് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇന്ന് അവർ പറയുന്നു പവർ ഗ്രൂപ്പ് ഇവർക്കെതിരാണെന്ന്. അപ്പോൾ സാധാരണ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ, ഹേമ കമ്മിറ്റിയുടെ കോണ്ടെക്സ്റ്റിൽ മറ്റൊരു വിഷയത്തിൽ പവർ ഗ്രൂപ്പ് എന്ന് മുദ്ര കുത്തിയിരുന്നത് ശ്രീ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും അടക്കം ഒരു വലിയൊരു ഗ്രൂപ്പിനെയാണ്. അത് കേരളം എങ്ങനെയാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന വാക്കിനോട് പ്രതികരിക്കുന്നത് എന്ന് ആൾക്കാർക്ക് അറിയാം. അവരെ പവർ ഗ്രൂപ്പായി കഴിഞ്ഞാൽ പവർ ഗ്രൂപ്പ്, അതുകൊണ്ട് സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ആ തരത്തിൽ ഈ കോണ്ടെക്സ്റ്റിൽ ആ പവർ ഗ്രൂപ്പിനെ കാണാൻ കഴിയില്ല. കാരണം ആ ഹേമ കമ്മിറ്റിയുടെ വിഷയം വന്ന് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞതിന് ശേഷം അമ്മ സംഘടനയിലെങ്കിലും ഞാൻ ഉറച്ചു പറയാം, ഈ മുകൾ തട്ടിൽ എന്ന് നമ്മൾ പറഞ്ഞിരുന്നവരാരും ഇന്ന് നിലവിലില്ല. അവരെല്ലാവരും തന്നെ ഇതിൽ ഹാൻഡ്സ് ഓഫാണ്. ഒരാളും ഇടപെടുന്നില്ല, ഒരാൾ പോലും ഇടപെടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. ഒന്ന് പറഞ്ഞു നിർത്താൻ അവിടെ ആരുമില്ലാതെയായി. ആ സമയത്ത് പവറായി എമർജ് ചെയ്ത ശ്രീമതി ശ്വേതാ മേനോൻ്റെ ഗ്രൂപ്പ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചത് പാവം ഒരു അൻസിബ എന്നൊരു പെൺകുട്ടിയാണ്. 34 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി ശരിക്ക് വേണ്ടി അഴിമതിയാണെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവളെ ഒറ്റപ്പെടുത്താൻ നോക്കി. അത് ശരി മനസ്സിലാക്കി ഞാൻ അവളുടെ സൈഡിൽ പോയി നിന്നു. ഞാൻ അവരുടെ കൂടെ ഫൈറ്റിന് ചേർന്നു. ശ്വേതയുടെ ഒരു പേഴ്സണൽ കോൺവെർസേഷൻ കഴിഞ്ഞ് ഞാൻ സിനിമയിൽ ഉണ്ടാവില്ല എന്നവർ പറഞ്ഞപ്പോൾ, ഇതിനകത്ത് ഇടപെടരുത് എന്നവർ വോൺ ചെയ്തപ്പോൾ ഇതിനകത്ത് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞാണ് ഞാൻ അൻസിബയുടെ സൈഡിൽ പോയി നിന്നത്. അന്ന് മുതൽ ഇതിനകത്ത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, ഞാൻ അതിന് ശ്രമിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സത്യമാണ്. അതിന് എന്നെ എന്തെല്ലാം ഇനി പറഞ്ഞാലും ഞാനത് ശ്രമിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ പല കാര്യങ്ങളും ബോധ്യവുമുണ്ട്. ഇന്നലെ പറയുന്നു ശ്രീ മോഹൻലാൽ, മമ്മൂട്ടി അവരുടെ കൂടെയാണ്. ഇന്ന് പറയുന്നു പവർ ഗ്രൂപ്പിനെതിരെയുള്ള ഫൈറ്റാണ് എന്ന്. അംബാനിയുടെയും അദാനിയുടെയെന്നോ എവിടെ നിന്ന് പൈസ വന്നാലും എനിക്കത് പ്രശ്നമല്ല, അമ്മ സംഘടനയ്ക്ക് വേണ്ടി ഞാൻ പണം ഉണ്ടാക്കുമെന്ന്. അവിടെ അമ്മ സംഘടനയ്ക്ക് വേണ്ടി പണത്തിന് ഒരു ലിമിറ്റുണ്ട്. ഒരുപാട് കോടി 15-16 കോടിയൊന്നും അമ്മയ്ക്ക് വേണ്ട. അങ്ങനെ അല്ലെ എന്ന് വെച്ചാൽ അത് കൊണ്ടുവരുന്നതിന് ഒരു രീതിയുണ്ട്. ഒരു ചാരിറ്റബിൾ സൊസൈറ്റിക്ക് പണം വാങ്ങുന്നതിന് പോലും ലിമിറ്റേഷൻസ് ഉണ്ട്. എങ്ങനെ വരണം, എത്ര വരണം, അത് വെളിയിൽ നിന്ന് വന്നാൽ അത് ആ സംഘടനയിൽ ചിലവാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കൈനീട്ടം കൊടുക്കുന്നവർ ലൈഫ് മെമ്പർ പോലുമല്ല നമ്മുടെ സംഘടനയിൽ. പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് ഈ കണക്ക് കാണിക്കാതെ കോടികൾ വാങ്ങിച്ചു കൂട്ടിയാൽ അവസാനം ഈ സംഘടനയ്ക്ക് തന്നെ പ്രശ്നമാവില്ലേ? ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും പ്രശ്നമാവില്ലേ? അല്ലെങ്കിൽ മുഴുവൻ അംഗങ്ങൾക്ക് പ്രശ്നമാവില്ലേ? ഇത് കണക്ക് കാണിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? കണക്ക് ചോദിക്കുന്നവരെ ഇപ്പം ഞാൻ പറയുന്നത് അവർക്ക് അശ്ലീലമായിട്ട് അവരുടെ കാതിൽ വീണുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് ഉറപ്പാണ്.
കാരണം ഒരു പ്രസിഡന്റിനെ ചേർന്ന രീതിയിലല്ല അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഐ ആം ദ പ്രസിഡന്റ് എന്ന് ഉറക്കെ ആക്രോശിച്ചുകൊണ്ട് സംസാരിക്കുന്നവരുടെ വായടപ്പിക്കാൻ നോക്കി, മൈക്കിൻ്റെ ചുറ്റും വട്ടം പിടിച്ച് സംസാരിപ്പിക്കാതിരിക്കാൻ നോക്കി. എന്തിന്? ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ചോദ്യങ്ങളുണ്ടാവും, ഒരു സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെ ആരോപണങ്ങളുണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇത് അതിജീവിക്കുക തന്നെ വേണം, പക്വമായി ഇടപെടണം. ഒരു ആരോപണം കേൾക്കുമ്പോൾ ഇറങ്ങി ഓടുന്ന ഒരാളല്ല ഒരു സ്ഥാനത്തിരിക്കേണ്ടത്. അതിനൊക്കെ ഒരു ഗൗരവം. 17 പേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴക്കിനെ പറഞ്ഞു ഇരുത്താൻ സാധിച്ചില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിലെ ചിലരെ അവർ തന്നെ സ്ക്രൂ തിരിച്ച് വിട്ടു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആ എതിർക്കുന്ന ശക്തികളെ ഇല്ലാതാക്കാനായി ബെല്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കുന്ന ചിലരെ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത് വിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തതുകൊണ്ടാണ് അമ്മയ്ക്കകത്തുനിന്ന് ഇത്രയും വിഴുപ്പും അഴുക്കും പുറത്തോട്ട് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മുന്നിൽ ഒരു ഫോൺ സംഭാഷണം ഉണ്ടല്ലോ, ശ്വേതയും രമേശ് പിഷാരടിയും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണമുണ്ട്. അങ്ങുൾപ്പെടെയുള്ളവർ അശ്ലീലം പറഞ്ഞെന്നും അധിക്ഷേപിച്ചെന്നും ഒക്കെ ഈ ഫോൺ സംഭാഷണത്തിൽ ശ്വേത പറയുന്നുണ്ട്. ശരിക്കും അന്ന് ആ ജനറൽ ബോഡിയിൽ എന്താണ് ഉണ്ടായത് ശ്രീമതി മാല പാർവതി? ഫോൺ സംഭാഷണം പുറത്തുവിട്ടതിനെ നിഷ്കളങ്കമായി കാണുന്നുണ്ടോ അങ്ങ്? ഫോൺ സംഭാഷണം എന്തിനാ പുറത്തുവിട്ടതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഇവർ ഒരു മിനിറ്റ്സ് കോടതിയിൽ കൊടുക്കുന്നുണ്ട്. വൺ സൈഡഡായി ബയസ്ഡായി അവരുടെ വശം പറഞ്ഞുകൊണ്ടുള്ള ഒരു മിനിറ്റ്സ് അവർ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് സാധൂകരിക്കാനുള്ള കൊറാബറേറ്റീവ് എവിഡൻസ് അന്ന് സ്ഥലത്തില്ലാത്ത രമേശ് പിഷാരടിയുമായി സംസാരിച്ച് അവർ റെക്കോർഡ് ഉണ്ടാക്കുകയായിരുന്നു. എന്നിട്ട് അവർ പുറത്തുവിട്ട് ഇത്രയും മാനിപ്പുലേഷനൊക്കെ നടക്കുമ്പോൾ നമ്മൾ അതിശയിക്കുകയാണ്. കാരണം ആ മിനിറ്റ്സിനകത്ത് ആ രേഖകൾ നിങ്ങളൊന്ന് വായിക്കണം. ഞാനത് കണ്ടു, അതുകൊണ്ടാണ് പറയുന്നത്. ആ മിനിറ്റ്സ് ഒരു വൺ സൈഡഡ് റിപ്പോർട്ടാണ്. അവരുടെ വശം മാത്രം എഴുതിക്കൊണ്ട് അവിടെ ആ കയ്യിൽ റെക്കോർഡുണ്ട്, അവരുടെ വീഡിയോ ഉണ്ട്. AI ഒന്നും ചെയ്യാതെ ധൈര്യമായിട്ട് അവർക്കത് പുറത്തുവിടാൻ പറ്റുമോ? അശ്ലീലം പറഞ്ഞെന്ന് ഞാനടക്കം അവിടെ ആക്രോശിച്ചുകൊണ്ട് ഞാനൊരു വുമണാണ്, ഐ ആം എ വുമൺ യു എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വുമൺ കാർഡെന്ന് ഓർക്കരുത്, കണക്ക് കാണിക്കണം എന്ന് പറഞ്ഞു. കണക്ക് കാണിക്കണമെന്ന് കുറേ അധികം ആൾക്കാർ പറഞ്ഞു. അവർ പറയുന്നത് അവിടെ ഞങ്ങൾക്ക് ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചിട്ടില്ല കേട്ടോ, അവതരിപ്പിക്കണമെന്ന് പറയുന്നത് ഗൂഢാലോചനയാണെന്ന്. അത് ജനാധിപത്യത്തിൽ അറിവില്ലാത്തത് കൊണ്ടാണ്, ഒരു സംഘടനയിൽ പ്രവർത്തിച്ച് പരിചയമില്ലാത്തത് കൊണ്ടാണ്. 21 ദിവസം മുമ്പ് കണക്ക് തരാതിരിക്കുന്ന ഒരു ഭരണസമിതിയെ ഒഴിപ്പിക്കാൻ ജനറൽ ബോഡിക്ക് അവകാശമുണ്ട്, പ്രതിപക്ഷത്തിന് അവകാശമുണ്ട്. പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ കണക്ക് കാണിക്കാത്ത ആൾക്കാരെ തോൽപ്പിക്കും. ജനറൽ ബോഡിയിൽ ബൈലോ പൊക്കി പിടിച്ച ആൾക്കാർ വഴക്കിടുന്നത് എവിടെയുമുള്ള ഒരു രീതിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാവും, കണക്ക് തെറ്റിച്ചാൽ പിടിച്ച് താഴെ ഇറക്കും. ഇതൊക്കെ ഉള്ളതാ. അപ്പോൾ അവരെന്താ മിനിറ്റ്സ് ബുക്കും തരാതെ, താക്കോലും തരാതെ, കണക്കും തരാതെ ഒളിച്ചിരിക്കുകയാണ്. ശ്രീമതി കുക്കു പരമേശ്വരൻ പറഞ്ഞു എൻ്റെ വീടെല്ലാം അലങ്കോലപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് കണക്കും താക്കോലും ഒന്നും ഇല്ല എന്ന്. ഇതൊക്കെ എവിടെയെങ്കിലും കേൾവിയുള്ള കാര്യമാണോ? കണക്ക് ചോദിച്ചാൽ ഇറങ്ങി ഓടുക, ഞാൻ രാജിവെച്ചു എന്ന് പറയുക, 20 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരിക. അവർ കടലാസ് കൊടുത്തില്ല, ടെക്നിക്കലി അവരുടെ ഭാഗത്ത് ശരിയുണ്ടാവും, പക്ഷേ അന്തസ്സിന് ചേർന്ന കാര്യമാണോ? അതെന്താണ്? അപ്പോൾ ഒരാൾ പറയുന്നത് മാത്രം ശരിയാവുകയും അവർ മാത്രം പെണ്ണാവുകയും അവർ മാത്രം സ്ത്രീപക്ഷമാവുകയും അൻസിബെ പോലൊരു വ്യക്തി ഒരു വിഡ്ഢിയാവുകയും ഒരു സില്ലിയായിട്ടൊരു പെൺകുട്ടിയാവുകയും അവർ പറയുന്ന കാര്യത്തിന് വഴക്കുണ്ടാക്കുന്നവളാവുകയും ആകുന്നത് എങ്ങനെയാണ്? ഇവിടെ പവർ ഗ്രൂപ്പ് എന്ന് ഞാനിപ്പോൾ വിശേഷിപ്പിക്കുന്നത് ശ്വേതയാണ്. കാരണം ഈ അവരുടെ കൂടെ നിൽക്കുന്ന സംഘത്തിനെയാണ്. കാരണം ഞങ്ങൾ ഈ ഹേമ കമ്മിറ്റിയുടെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ ആൾക്കാരെല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. ആ കുറ്റാരോപണത്തിന് ശേഷം ഒരാൾ പോലും പിക്ചറിൽ വരാൻ തയ്യാറല്ല. അവർക്ക് ആർക്കും ഇതെടുത്ത് തലയിൽ വയ്ക്കാൻ തയ്യാറല്ല, ചെറുപ്പക്കാരടക്കം. അവരില്ലെങ്കിൽ ഈ സംഘടന വീഴും. പിന്നെ നമുക്ക് അദാനി തന്നെ ശരണം. അപ്പോൾ അവരെ ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ പണത്തിന് ഞാൻ കൊണ്ടുവന്ന സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാനാണെങ്കിൽ ഞാൻ പറയുന്നു, ഇവിടെ പ്രധാനപ്പെട്ട നടന്മാരടക്കം ഈ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിട്ട് അവസാനം അത് സ്ത്രീകൾ തമ്മിലുള്ള വഴക്കിലാണെന്ന് വരും. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കരുത്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പവർ ഗ്രൂപ്പ് എന്നൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഉടനെ അങ്ങനെയൊക്കെയാണല്ലേ, എന്നാൽ നമ്മൾ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുന്ന ആ നമ്മുടെ പ്രത്യേക പാറ്റേണിലുള്ള പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങൾ അല്പം കൂടെ കണ്ണു തുറന്ന് നോക്കണം. അതാണോ ഇവിടെ നടക്കുന്നതെന്ന്? അൻസിബ ഒരു പവർ ഗ്രൂപ്പാണോ? ആ കുട്ടി ആ 17 പേരിൽ നിന്ന് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത ഒരു പെൺകുട്ടിയാണ്. അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ, കമ്മ്യൂണലായിട്ടുള്ള പോളറൈസേഷനെതിരെ, വംശീയ അധിക്ഷേപത്തിനെതിരെ ആ കുട്ടി നിന്ന് ഫൈറ്റ് ചെയ്തു. ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് ചെയ്തു, എനിക്ക് മടുത്തു ചേച്ചി, ഞാൻ പോവാണ്,
തിരിച്ചു പോവുകയാണ്, ഞാൻ കോഴിക്കോടേക്ക് പോവുകയാണ്, ഞാൻ ഇല്ല ഇവിടെ എന്ന് പറഞ്ഞ് ആ കുട്ടി പോവുകയാണ്. എല്ലാവരും അത് വന്നു, പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാ ആൾക്കാരോടും അത് പോയി അവരുടെ സത്യം പറഞ്ഞു. ഒരാൾ പോലും അവളുടെ പക്ഷത്ത് നിന്നില്ല. കേരള സമൂഹം അവളെ വിട്ടിയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത കാര്യത്തിൽ അടക്കം നമ്മളത് കണ്ടതാണ്. ശ്രീമതി മാലപാർവതി, അതിലേക്ക് ഞാൻ വരാം, ഈ കേസ് രജിസ്റ്റർ ചെയ്ത് ബന്ധപ്പെട്ടുള്ള കാര്യത്തിലേക്ക് വരാം. പക്ഷെ അതിനു മുൻപ് ഇപ്പൊ അങ്ങ് പറഞ്ഞിരുന്നു ഈ പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട്. ശരിക്കും ഈ പവർ ഗ്രൂപ്പ് എന്ന് ഈ അമ്മ സംഘടനയൊക്കെ വിട്ട് അതല്ലെങ്കിൽ മലയാള സിനിമയിലെ സംഘടനയ്ക്കുള്ള ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ വായിച്ചറിഞ്ഞതിന് ശേഷമാണ്. അപ്പോഴാണ് അതിലാണ് ഒരു പവർ ഗ്രൂപ്പുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല താരങ്ങളും ഒരു വെളിപ്പെടുത്തലൊക്കെ നടത്തിയത്. ഈ അമ്മ നേതൃമാറ്റത്തെ വളരെ പോസിറ്റീവായി കണ്ട ആളുകളാണ് ഭൂരിഭാഗവും. പക്ഷേ മാറി വന്നവർ ഈ പവർ ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നു എന്നാണോ താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്നത്? കാരണം അത് ചോദിക്കാൻ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലെ ഒരു വരിയാണ് താങ്കൾ സിനിമയിൽ കാണില്ല എന്നുള്ള ശ്വേതയുടെ സംഭാഷണം. അതാ പറയുന്നത്. കാരണം ഈ പവർ പൊസിഷനിൽ ഇരിക്കുന്നവർക്കാണ് ആ ഒരു പവർ ക്രേസിയായി, പവർ മോങ്കേഴ്സ് ആയിട്ട് അവർ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്താണ് ഒരു അമ്മ സംഘടനയുടെ നേതൃത്വത്തിൽ ഇത്രയും ഒരു അട്രാക്ഷൻ? അവിടെ നിന്ന് മാറില്ല. അവിടെ അദാനിയുടെയും അംബാനിയുടെയും പണം വരുത്താനുള്ള ഒരു സോഴ്സാണ് അതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനകത്ത് അട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കേണ്ട കാര്യം എന്താണ്? ശ്രീ മമ്മൂട്ടി മോഹൻലാലിനെയാണല്ലോ ഏറ്റവും അധിക്ഷേപത്തോടെ നിങ്ങൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവർ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് എന്ന് അവർ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം വീണ്ടും പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അൻസിബയാണോ? എന്നെയാണോ? ഞാനാണോ ഈ അമ്മ സിനിമയിലെ പവർ ഗ്രൂപ്പ്? എനിക്ക് സിനിമ ഞാൻ തമിഴും തെലുങ്കും ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. മലയാള സിനിമയിൽ വളരെ കുറച്ച് റോളുകൾ മാത്രമേ എനിക്ക് തരാറുള്ളൂ. കാരണം എപ്പോഴും വോക്കലാകുന്നവർക്ക്, സംസാരിക്കുന്നവർക്ക് സിനിമയിൽ നിന്ന് തന്നെ ഒരു മാറ്റി നിർത്തൽ ഉണ്ടാവാറുണ്ട്. അത് പവർ ഗ്രൂപ്പ് ഒന്നും ചെയ്യുന്ന ഒരു കാര്യമല്ല. അതിനെയൊക്കെ അത് മറ്റൊരു കോണ്ടെക്സ്റ്റിൽ നടന്ന ഒരു കാര്യത്തിൽ ഇപ്പോൾ അമ്മ പ്രസിഡന്റ് എന്നോട് പറയുകയാണ് യു വിൽ ബി ഔട്ട് ഓഫ് ദ ഇൻഡസ്ട്രി. അപ്പോൾ ആരാണ് പവർ ഗ്രൂപ്പ്? അൻസിബ ഇനി ഉണ്ടാവുന്ന അൻസിബയുടെ കാര്യത്തിൽ ഇടപെടരുത്. എന്താണ് അതിൻ്റെ പിന്നിൽ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രധാനപ്പെട്ട നടന്മാരെ മനസ്സ് പഠിപ്പിച്ച് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ അമ്മ എന്ന പേരിൽ അവർക്ക് ഇഷ്ടംപോലെ പണം കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കരുത്. ഈ പണം സമയപരിമിതി കൊണ്ടാണ്. കാരണം എനിക്ക് അങ്ങിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം ഈ ആദ്യഘട്ടത്തിൽ പോലീസ് റിപ്പോർട്ടിലടക്കം ജിഹാദി പരാമർശം അതൊരു തമാശ വിളി എന്നാണ് വിലയിരുത്തിയത്. പോലീസുകാരടക്കം ഇതൊക്കെ ഒരു തമാശയല്ലേ, ആ തലത്തിലാണ് വിലയിരുത്തിയത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച്, പൊതുസമൂഹത്തെ സംബന്ധിച്ച് അതൊന്നും അത്ര നിഷ്കളങ്കമല്ല, അതൊട്ടും നിസ്സാരമായ കാര്യമല്ല. ഇതിൽ കുറ്റകരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ശ്വേത, ടിനി ഇവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ മറ്റുള്ള അംഗങ്ങൾ, അതായത് അങ്ങടക്കമുള്ളവർ ശ്രമിച്ചിരുന്നു. അതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണോ ഇന്നലെ ഒരു വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വന്നത്? അതെ, അത് ടിനിയുടെ വിഷയം ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞ ചേച്ചി ഹി ഈസ് ജസ്റ്റ് എ പൊട്ടൻ, ഒന്നും ടിനി അങ്ങനെ ഒന്നും, ടിനിച്ചേട്ടൻ പാവാണ്, അവിടെ എല്ലാവരെയും കൊണ്ടുവരുന്നതിന് ഒരുപാട് ജോലി ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ജിഹാദി എന്ന് വിളിക്കുന്നതിന് പ്രശ്നമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഡു യു വാണ്ട് ഹിം ടു എൻഡ് അപ്പ് ഇൻ ജയിൽ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു തിരിച്ച്, എന്താണ് നിങ്ങൾക്ക് ആ കുട്ടിയെ തിഹാറിൽ ജയിലിലാക്കണമെന്നാണോ നിങ്ങളുടെ ഐഡിയ എന്ന് ചോദിച്ചു. അപ്പോൾ സൈലൻസ് ആണ് ഉത്തരം. അപ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം? ഞാൻ പറയട്ടെ, ഒന്നാമത് ചോദിച്ചു, പണ്ട് ഞങ്ങളൊക്കെ കൊച്ചായിരുന്നപ്പോൾ ഉണ്ടല്ലോ സേതു, നമ്മളൊരു നമ്മളെ മോളസ്റ്റ് ചെയ്തെന്നോ, നമുക്ക് അത്ര ഗുരുതരമായ ആക്ഷേപം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായ വിഷമത്തിലാണെങ്കിൽ പോലും വ്യക്തിപരമായി വിട്, സൂര്യനെല്ലി കേസിൽ പോലും അത്രയും ഗുരുതരമായ ശരീരത്തിൽ മാർക്കുകളും അപകടവും ഉണ്ടായപ്പോൾ പോലും എത്ര വർഷമെടുത്തെന്നറിയാമോ കേരള സമൂഹത്തിനെ കൺവിൻസ് ചെയ്യാൻ അവളെ ഉപദ്രവിക്കപ്പെട്ടതാണെന്ന്, അവളെ ബാലവേശ്യയെന്ന് ഒരു ജഡ്ജടക്കം മുദ്രകുത്തി മാറ്റി നിർത്തിയ സമൂഹമാണ് കേരളം. എത്ര വർഷമെടുത്ത് അവളെ പഠിപ്പിച്ച് സ്ത്രീകൾക്ക് നേരെ ആക്രമണവും ലൈംഗിക അതിക്രമണവും ഉണ്ടാകണമെന്ന് പറയാൻ ഒരു പെൺകുട്ടി മരിക്കേണ്ടി വന്നു, സൗമ്യ, മറ്റൊരു നിർഭയ മരിക്കേണ്ടി വന്നു. എന്നിട്ടാണ് ഇന്ത്യ അതിലേക്ക് ഉണർന്നത്, സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ. ഇതുപോലെയാണ് വംശീയ അധിക്ഷേപം. ഇപ്പോൾ കണ്ണടച്ചിരിക്കുകയാണ്, തമാശയാണ്. പണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അടക്കെ പോയാൽ പറയും, അയ്യ അതൊക്കെ തമാശയല്ലേ പൂവാലന്മാർ പറയുന്നത്, ബസ്സിനകത്ത് വെച്ച് നിങ്ങളെ ഇത് കെടിപ്പിടിച്ച് എന്തോന്നാ, അതൊന്നും ഒരു ഗൗരവമാക്കണ്ട എന്ന് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള സമൂഹമാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അത് എടുക്കാൻ തയ്യാറല്ല. ഞങ്ങളെ വംശീയമായി അധിക്ഷേപിക്കാൻ ഞങ്ങൾ നിന്ന് തരില്ല എന്ന് പറയുമ്പോൾ അവർ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വരെ ഫോൺ ചെയ്ത് എനിക്ക് നേരെ അതിക്രമം ഉണ്ടായി എന്ന് പറയുന്ന ആർജവത്തിനെ തല്ലിക്കെടുത്തരുത്. ഇതൊരു നല്ല പ്രവണതയാണ്, ഇതൊരു ശക്തിയാണ്. ഇതിനെയാണ് ഞാൻ പറഞ്ഞത് അത്ഭുത സിദ്ധി എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ എന്നെ പുച്ഛിച്ചു. സ്വന്തം
അച്ഛനെ കൂട്ടിയും സഹോദരനെ കൂട്ടിയും ആ മദ്യപാനിയാക്കിയും എല്ലാം താറടിച്ച് ലക്ഷ്യം ചെയ്യുമ്പോഴും കണ്ണ് താഴ്ത്താതെ ഇല്ല എനിക്ക് നേരെ അനീതി നടത്തുന്നു എന്ന് പറയാൻ ആർജവം സാധാരണ സ്ത്രീകൾക്ക് കിട്ടില്ല. അത്രയും ശക്തി ഉള്ളിലുള്ളത് കൊണ്ട് അത് പറയാൻ പറ്റുന്നത്. അതിനെയാണ് ഞാൻ സിദ്ധി എന്ന് വിളിച്ചത്. എനിക്കില്ല അത്. 2-3 പ്രാവശ്യം പറഞ്ഞാൽ തളർന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ എനിക്കുണ്ട് സത്യം പറയുമ്പോൾ പോലും. എപ്പോഴും നമ്മുടെ ഉള്ളിൽ അയ്യോ എൻ്റെ ഫാമിലിയും കൂടി ഇത് ബാധിക്കുമല്ലോ എന്ന ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ അൻസിബ ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ മടുത്തു ചേച്ചി, ഞാൻ തളർന്നു, ഞാൻ പോവുകയാണെന്ന്. വലിയ വിഷമമുണ്ട്. കാരണം ഇതിനകത്ത് ഒരു നിശബ്ദതയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, സിനിമാ മന്ത്രിയുടെ ഭാഗത്തുനിന്ന്, പിന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന്, മാധ്യമങ്ങളടക്കം വിശ്വസിക്കാൻ ഇനിയും സമയം. കാരണം ഇതിപ്പം ഈ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ അനുസരിച്ചാണെങ്കിൽ തിരുത്താൻ ഒരുപാട് ഈ സംഘടനയ്ക്കുള്ളിൽ ഉണ്ടെന്ന് മനസ്സിലാകുന്നു. ഇതൊരു പൊതുവിഷയമായി ഉയർന്ന സ്ഥിതിക്ക് സിനിമാ മന്ത്രി അടക്കം സാംസ്കാരിക മന്ത്രി അടക്കം ഇടപെടേണ്ടതാണ്. അതിൽ ഇതുവരെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. മൗനം തുടരുകയാണ്. ഉടനെ പ്രതികരിക്കുമെന്നും കരുതാം. ശ്രീമതി മാല പാർവതി പദവിയിൽ ഇരുന്നു കൊണ്ട് നിരപരാധിത്വം തെളിയിക്കുമെന്നാണ് ശ്വേത ഇപ്പോഴും പറയുന്നത്. അത് സ്വീകാര്യമാണോ? അല്ല, കാരണം അവർ കോടതിയടക്കം കള്ള മിനിറ്റ്സ് എഴുതി അവരുടെ വശം മാത്രം എഴുതി ബയസ്ഡായിട്ട് എഴുതി തെറ്റിദ്ധരിപ്പിക്കാൻ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന ഒരാളാണ്. അതിനുവേണ്ടി രമേശ് പിഷാരടിയോട് അവരുടെ നെറേറ്റീവ് സംസാരിച്ചുകൊണ്ട് ആ ഓഡിയോ സംഭാഷണം ലീക്ക് ചെയ്ത് അതൊരു കൊറാബറേറ്റീവ് എവിഡൻസ് ആക്കി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പുറത്തുവിട്ടേക്കുന്ന തരത്തിലെ മാനിപ്പുലേഷൻ അവരുടെ പിന്നിലുണ്ട്. അവരുടെ കയ്യിൽ പണമുണ്ട്, അവരുടെ കയ്യിൽ സ്വാധീനമുണ്ട്, അവരുടെ കയ്യിൽ PR വർക്ക് ചെയ്യാൻ ആളുണ്ട്, അവരുടെ കയ്യിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ഇതൊന്നുമില്ലാത്ത 2 പേര്, ഞാനും അൻസിബയും ഉഷ ഹസീനയും മായ വിശ്വനാഥുമാണ് ഇറങ്ങി വന്ന് സംസാരിച്ചത്. ഞങ്ങൾക്ക് ആർക്കും ഒരു സാധനവും ഇല്ല. ഞങ്ങളൊന്നും ഒരു കൂട്ടിൻ്റെ പുറത്തോ സൗഹൃദത്തിൻ്റെ പുറത്തോ സംസാരിച്ചതല്ല. അൻസിബയോടുള്ള ആ വിഷയത്തിൽ മാത്രം ഒത്തുചേർന്നിരിക്കുന്നവർ, നിങ്ങൾക്ക് തന്നെ അറിയാം ഉഷ ഹസീനെ ഞാനും തമ്മിൽ എന്തുമാത്രം തർക്കം നടന്നിട്ടുണ്ട്. പക്ഷെ ആ വിഷയത്തിൽ ഒരുമിച്ചായതുകൊണ്ട് ഞങ്ങൾ വന്ന് സംസാരിച്ചാണ്. കള്ളം പാടില്ല എന്നുള്ള ഉഷയ്ക്കൊക്കെ നിലപാടുണ്ടെന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ആ ഒരു കള്ളത്തരം പാടില്ല. എന്നെയും ജിഹാദി വിളിച്ചു. ഞങ്ങൾ 4 സ്ത്രീകളെ ആക്രമിക്കപ്പെട്ട സ്ത്രീകളാണ്. ഈ ഭരണസമിതിയാൽ ആക്രമിക്കപ്പെട്ട 4 സ്ത്രീകളാണ് ഇന്നലെ പത്രസമ്മേളനം വിളിച്ചത്. ചേർച്ചയുള്ളതിൻ്റെ പേരിലല്ല, ഇവിടെ തിരുത്ത് നടക്കണമെന്ന പേരിലാണ്. പുരുഷന്മാർ വന്ന് സംസാരിച്ചാൽ അവരെ പവർ ഗ്രൂപ്പാക്കും, കുറ്റാരോപിതരാക്കും. അവരെ തന്നെ ഏതെങ്കിലും ഒരു ലൈംഗികമായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവരെ പെടുത്തും. ഒരു MLA വന്ന് സംസാരിച്ചപ്പോൾ അവരുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു അമ്മ പ്രസിഡന്റിന്റെ പക്വതയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എങ്ങനെയാണ് അവരെ ഒരാൾ ഫോൺ ചെയ്യുക? അവരത് റെക്കോർഡ് ചെയ്ത് പുറത്തു വിടുകയാണെങ്കിൽ ഇതൊരു പക്വതയുള്ള ഇടപാടാണോ? ഇത് കേരളത്തിൽ നടപ്പിലാകുമോ? ഇത് നോർത്ത് ഇന്ത്യ അല്ല, ഇത് കേരളമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളോടൊപ്പം നിൽക്കാൻ ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇന്നലെയാണ് ചെറുതായിട്ടെങ്കിലും കണ്ണു തുറന്നത്. പവർ ഗ്രൂപ്പിനെ തോൽപ്പിക്കാനുള്ള നിങ്ങളുടെ എല്ലാവരുടെയും ശ്രമത്തിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തകരുന്നത് ഒരു സത്യം പറഞ്ഞ ഒരു പെൺകുട്ടിയും ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്ന ഒരു സംഘടനയുമാണ്. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് സ്ട്രക്ചറൊന്നും ഇപ്പം നിലവിലില്ല. അത് പൊളിഞ്ഞു പോയി, അല്ലെങ്കിൽ അവരൊന്നും മിണ്ടാട്ടമില്ലാണ്ടിരിക്കുകയാണ്. ദയവ് ഇത് മനസ്സിലാക്കൂ. വ്യക്തമാണ് ശ്രീമതി മാല പാർവതി. പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം, പക്ഷേ ഈ ഉയർന്നിരിക്കുന്ന പ്രശ്നം അത് സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഗൗരവതരമായ വിഷയമാണ്. പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കുമെന്നും ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നും ഒക്കെ പ്രതീക്ഷിക്കാം. ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു.